Good afternoon all. So today we are going to discuss about the resistance exhibited by different antibiotics. അപ്പോൾ നമ്മൾ ഇത്രയും ആൻറ്റിബയോട്ടിക്സിൻ്റെ റെസിസ്റ്റൻസ് പഠിച്ചപ്പോൾ നമ്മൾ 4 മെയിൻ പ്രിൻസിപ്പൽ ടൈപ്പ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആണ് ആദ്യം പഠിച്ചത്. അതായത് ഇൻട്രിൻസിക്, ദെൻ അക്വയേർഡ്, ക്രോസ് റെസിസ്റ്റൻസ്, മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ്. ഇതാണ് 4 മെയിൻ ടൈപ്സ് ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ്. പിന്നെ നമ്മൾ പഠിച്ചത് അതിൻ്റെ ഡിഫറെൻറ്റ് മെക്കാനിസംസ്, എന്തെല്ലാം ഡിഫറെൻറ്റ് മെക്കാനിസംസ് ആണ് ഈ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസിൽ നടക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ മോഡിഫിക്കേഷൻ പഠിച്ചു, എൻസൈം ഇനാക്ടിവേഷൻ പഠിച്ചു, ആൾട്ടറേഷൻ ഇൻ ദ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ, ദെൻ ആക്റ്റീവ് പമ്പ് മെക്കാനിസം, അങ്ങനെ ഡിഫറെൻറ്റ് മെക്കാനിസംസ് പഠിച്ചു. ഇനി നമ്മൾ വി ആർ ഗോയിങ് ടു റിവ്യൂ അബൌട്ട് ഡിഫറെൻറ്റ് ആൻറ്റിബയോട്ടിക്സ്. ആ ഓരോ ഡിഫറെൻറ്റ് ക്ലാസ് ഓഫ് ആൻറ്റിബയോട്ടിക്സിൽ ഏതെല്ലാം ടൈപ്പ് മെക്കാനിസം ഓഫ് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഈസ് beta-lactam resistance. Beta-lactam resistance means the antibiotic resistance exhibited by the organisms towards beta-lactam drugs. So, the antibiotics of beta-lactam are a wide class of antibiotics, including penicillin, cephalosporins, monobactams and carbapenem. അപ്പോൾ ഈ ബീറ്റ-ലാക്ടം ഡ്രഗ്സിൽ വരുന്നതാണ് പെനിസിലിൻ, സെഫലോസ്പോറിൻ, മോണോബാക്ടം, കാർബാപെനംസ്. അപ്പോൾ ഈ ഗ്രൂപ്പിൽ വരുന്ന ആൻറ്റിബയോട്ടിക്സിനോട് ഓർഗാനിസം റെസിസ്റ്റൻസ് കാണിക്കുന്നത് എങ്ങനെയാണെന്നാണ്. സോ ഇതിൽ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് റെസിസ്റ്റന്റ് മെക്കാനിസം ഈസ് സിന്തസിസ് ഓഫ് ബീറ്റ-ലാക്ടമേസ് എൻസൈം ബൈ ദ മൈക്രോ ഓർഗാനിസം. ഇതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് റെസിസ്റ്റന്റ് മെക്കാനിസം exhibited by the organisms towards the beta-lactam drugs. So, first is about beta-lactamase enzyme action, the production of beta-lactamase enzyme at the molecular level. So, the organisms produce 4 main groups of beta-lactamase enzyme. അപ്പോൾ ഓരോ ഓർഗാനിസംസും ബീറ്റ-ലാക്ടമേസ് എൻസൈം 4 ടൈപ്സ് ഉണ്ട്, 4 ഗ്രൂപ്പ്സിൽ വരുന്നുണ്ട്. A, B, C, D of beta-lactamase enzymes. അപ്പോൾ അതിൽ beta-lactamase enzymes A, C and D that differ from B class that function cool ester enzymes mediated, while the latest was zinc ionas metalloenzyme. അപ്പോൾ അങ്ങനെ ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ. 3 of them A, C, D they function as cool ester enzyme. B class they need zinc ion for their activity. So first of all about beta-lactamase class A. These resistance are more common in both gram-positive and gram-negative bacteria, and they are mostly mediated by plasmid or transposon. So transposons അല്ലെങ്കിൽ plasmid വഴിയായിരിക്കും this organism acquiring the resistant mechanism. So these are capable usually of being inducible type. അതായത് ഇൻഡ്യൂസ് ചെയ്തിട്ട് വന്ന റെസിസ്റ്റൻസ് ആവാം ഈ ഓർഗാനിസത്തിൽ. So this group include gram negative bacteria, then that is ESBL. ESBL എന്ന് പറയുമ്പോൾ extended spectrum beta lactamase. These are primarily occur in the E. coli and Klebsiella pneumoniae. അതായത് so the gram negative bacteria such as TEM, SHV and ESBL, these 3 types are enzymes we produced, that is enzyme producing bacteria. അതായത് TEM എന്ന് പറയുന്നത് ഒരു ബീറ്റ-ലാക്ടമേസ് എൻസൈം ആണ്, SHV, ESBL. These 3 are the types of enzyme. ഈ എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകൾ ഒരുവിധം ആൻറ്റിബയോട്ടിക്സിനോട് സസെപ്റ്റബിൾ ആയിരിക്കും. ദേ ആർ റെസിസ്റ്റന്റ് ടു മോസ്റ്റ് ഓഫ് ദ പെൻസിലിൻ ആൻഡ് സെഫലോസ്പോറിൻസ്. അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയപ്പെടുന്നത് ESBL, എക്സ്റ്റെൻഡഡ് സ്പെക്ട്രം ബീറ്റ-ലാക്ടമേസ്. ഇറ്റ് ഈസ് ആൻ എൻസൈം
which is produced by most of the gram-negative bacteria. Example, E. coli and Klebsiella pneumoniae. അപ്പോൾ ഈ എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകൾ എന്തെന്ന് വെച്ചാൽ ദേ ഡസൻ ഷോ എനി സസെപ്റ്റബിലിറ്റി ടു ദ ആന്റിബയോട്ടിക്സ്. അതായത് സാധാരണ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കോമൺ ആന്റിബയോട്ടിക്സിനോടൊക്കെ ഈ ഗ്രൂപ്പ്, അതായത് ESBL പ്രൊഡ്യൂസിങ് ഈ കൊളൈ ആയിക്കോട്ടെ ക്ലബ്ഷിയൽ ആയിക്കോട്ടെ, ദേ എക്സിബിറ്റ് റെസിസ്റ്റൻസ്. Then next is Beta-Lactamase Class B. And the organisms producing this enzyme are Bacteroides fragilis. It is an anaerobe, observable species of Aeromonas. It is microaerophilic and Legionella. These two are microaerophilic organisms. Enzymes that hydrolyze carbapenem, penicillin, and cephalosporins. So these are the type of enzyme which is capable of hydrolyzing penicillin antibiotics, cephalosporins, and carbapenem. Next, third important class is Beta-Lactamase Class C. These are also generally seen in gram-negative bacteria, and also they are chromosome localized. So this type of enzymes are produced in the bacteria that they have been acquired, that is, it is chromosome localized. So this resistant mechanism is not inhibited by clavulanic acid and has an inducible characteristics. Clavulanic acid, it is another type of antibiotic, and this mechanism does not show any inhibition in this clavulanic acid, inhibited by clavulanic acid. So they are often known as inducible beta-lactamase, IBL. Then they are found in Enterobacteriaceae. This spelling കുറച്ച് വ്യത്യാസമുണ്ട്. Enterobacteriaceae എന്നാട്ടോ സ്പെല്ലിങ്ങിൽ എന്തോ പ്രശ്നം വന്നാണ്. Citrobacter frundi, Serratia marcescens. Sorry, Enterobacteria. Enterobacteriaceae, Citrobacter frundi, and Serratia marcescens. These are the organisms producing IBL, that is inducible beta-lactamase. So this IBL beta-lactamase comes under the beta-lactam class C. ESBL comes under the beta-lactam class A. അപ്പോൾ അത്രയും പോയിന്റ്സ് നോട്ട് ചെയ്യുക. അതായത് 4 ടൈപ്സ് ആണ് മെയിനായിട്ട് ബീറ്റാലാക്ടമേസ് വരുന്നത്. A, B, C, D. ബീറ്റാലാക്ടം ക്ലാസ് എയിൽ വരുന്നതാണ് ESBL, SHV, TAN. ക്ലാസ് ബിയിൽ വരുന്നതാണ് വരുന്ന ആന്റിബയോട്ടിക്സിന് പറയുന്നില്ല, പക്ഷെ ഓർഗാനിസംസ് ആണ് മെൻഷൻ ചെയ്യുന്നത്. ക്ലാസ് സിയിൽ വരുന്നതാണ് IBL. Then class D. So these enzymes are also induced by beta-lactamase antibiotics. These are all produced in gram-positive cocci such as Staphylococcus aureus. So this gram-positive cocci ആണ് കാണപ്പെടുന്നത്. Beta-lactamase class D. Next important function of this ഇനി അടുത്ത important mechanism that takes place in the towards the beta-lactam drug. ആദ്യം നമ്മൾ പറഞ്ഞ മെക്കാനിസം ബീറ്റാലാക്ടമേസ് എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത്. അത് 4 ടൈപ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഈ സെക്കൻഡ് ടൈപ്പ് റെസിസ്റ്റൻസ് exhibited in the beta-lactam drugs is modification in penicillin binding proteins. Penicillin binding proteins actually കാണുന്നത് പെപ്റ്റിഡോഗ്ലൈക്കനിലാണല്ലോ. പെപ്റ്റിഡോഗ്ലൈക്കൻ സിന്തസിസിന്റെ സമയത്താണ് ഈ പെനിസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസ് ആർ വെരി ക്രൂഷ്യൽ. സോ അപ്പോൾ ആക്ച്വലി ദിസ് ആന്റിബയോട്ടിക് വന്ന് ബൈൻഡ് ചെയ്യുന്നതും എവിടെ തന്നെയാണ്? പെനിസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസിലാണ്. അതുകൊണ്ടാണ് ആ പേര് വന്നത്. The bacteria responsible for the antibiotic target of beta-lactam carboxypeptidase penicillin binding proteins. അപ്പോൾ the enzymes of transpeptidase penicillin binding protein, it is the most common in gram-positive bacteria. അപ്പോൾ
ഇത് gram positive bacteria most important penicillin binding protein എന്ന് പറയുന്നത് transpeptidase ആണ്. Transpeptidase penicillin binding protein taking part in transpeptidation reaction during peptidoglycan synthesis. അപ്പോൾ ഈ enzymes വരുന്ന changes കൊണ്ട് this may result in resistance. That is, MRSA, methicillin resistant Staph aureus, is willingly to take the responsibility for methicillin resistance in strains. അപ്പോൾ methicillin resistance കാരണം that is also the modification of penicillin binding proteins. എങ്ങനെ? MEC-A gene. This gene which may result in penicillin binding protein 2A synthesis enhancing beta-lactam antibiotic resistance. അതായത് ഈ ഓർഗാനിസം ഈ പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ ഒന്ന് മോഡിഫൈ ചെയ്തു. എങ്ങനെ മോഡിഫൈ ചെയ്തത്? MEC-A ജീൻ ഒന്ന് മോഡിഫൈ ചെയ്തു. അപ്പൊ ഈ ജീൻ മോഡിഫൈ ചെയ്തപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻ ക്യാൻ ബി കൺവേർട്ടഡ് ടു PBP2A in Staph aureus. So now that bacteria is resistant to methicillin. That is methicillin resistant Staphylococcus aureus. The modifications in Streptococcus pneumoniae, it is also the alteration of penicillin binding protein 2B. That is, these are responsible for resistance towards penicillin and cephalosporins. പെൻസിലിനും അതേപോലെ തന്നെ സെഫലോസ്പോറിൻസിനോട് റെസിസ്റ്റൻസ് കാണിക്കാൻ കാരണം പെൻസിലിൻ ബൈൻഡിങ് പ്രോട്ടീൻസിൽ വന്ന മോഡിഫിക്കേഷൻ. ദാറ്റ് ഈസ് PBP2B. സോ പിന്നെ അതുപോലെ തന്നെ വേറെ റീസൺ, ദ തേർഡ് ഇമ്പോർട്ടൻറ്റ് റീസൺ ഈസ് അതായത് ബീറ്റാ-ലാക്ടം ആന്റിബയോട്ടിക്സിനോട് ഓർഗാനിസം റെസിസ്റ്റൻസ് കാണിക്കാനുള്ള അനദർ ഇമ്പോർട്ടൻറ്റ് മെക്കാനിസം. ഇറ്റ് ക്യാൻ ബി ഐദർ മോഡിഫിക്കേഷൻ ഇൻ ദ പ്രോട്ടീൻസ് ഓഫ് ദ മെംബ്രെയിൻ. ദാറ്റ് ഈസ് മെംബ്രെയിനിൽ വരുന്ന പ്രോട്ടീൻസ് ഏതൊക്കെയാണ്? സെൽ മെംബ്രെയിനിൽ പോറിൻ, അക്വാപോറിൻസ്, ഇന്റഗ്രൽ പ്രോട്ടീൻ, പെരിഫറൽ പ്രോട്ടീൻസ് ഒക്കെ അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ ദ പോറിൻ ചാനൽസ് ഇൻ gram നെഗറ്റീവ് ബാക്ടീരിയ ഡ്യൂ ടു മോഡിഫിക്കേഷൻ ദിസ് may result in resistance. For example, Pseudomonas aeruginosa with devoted channel protein registered in OPRD may evolve carbapenem resistance. So antibiotic accumulation can be prevented in active pump system of the cell. Consequently, the group of beta-lactams, tetracycline, chloramphenicol and quinolones leads to resistance. Next is, ഇനി ഇത്ര നേരം പറഞ്ഞത് ബീറ്റാ-ലാക്ടം ഡ്രഗ്സിൽ വരുന്ന ഏതൊക്കെ ടൈപ്പ് ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് മെക്കാനിസം വരുന്ന പറഞ്ഞത്. Now we are going to discuss about aminoglycoside group of antibiotics വരുന്ന resistant mechanism that can be either due to aminoglycoside modifying enzyme. The most important mechanism for the emergence of resistance to aminoglycoside in aerobic gram-negative bacteria is enzymatic inactivation. That is, enzyme modifying has a major role in resistance to aminoglycosides. These enzymes are often plasmid or transposon origin. And there are acetyl transferase and phosphotransferase in this group. Now, modified enzymes are responsible for high extent of gentamicin. അപ്പോൾ ഈ എൻസൈം മോഡിഫൈ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അമിനോഗ്ലൈക്കോസൈഡ്സിൽ വരുന്നതാണല്ലോ gentamicin. They show high extent of gentamicin resistance. Next is ribosomal target modification. This approach is crucial in streptomycin resistance. That is, the target of streptomycin is not connected to the ribosomal 30S subunit due to the mutation in the ribosomal 30S subunit. അതായത് റൈബോസോംസിൽ 50S and 30S subunits ആണുള്ളത്. അപ്പൊ ഈ 30S subunitൽ വരുന്ന മ്യൂട്ടേഷൻ കൊണ്ട് the ribosomes target gets modified. This may result in streptomycin resistance. Next group ആണ് tetracyclines. Tetracyclines, that is prevention of tetracycline ഗ്രൂപ്പിൽ വരുന്ന resistance ആണ് prevention of absorption of the drugs into the cells and active pump system. അതായത് reduction of membrane permeability resulting from spontaneous chromosomal mutations in bacteria
as a result of resistant development to prevent the drug uptake. അപ്പോൾ അതായത് ഡ്രഗിന്റെ അബ്സോർപ്ഷൻ